ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? ഇനി ഒരിക്കലും ഒരു ദാമ്പത്യം നിങ്ങളെ തേടി വരില്ല എന്ന് കരുതുന്നവരാണോ നിങ്ങൾ? പേടിക്കേണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ വല്ലപ്പുഴ ചെവിക്കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് വല്ലപ്പുഴയിൽ നിന്ന് കുറച്ചൊരു 2-3 കിലോമീറ്റർ ഉള്ളോട്ടാണ്. ഇവിടെ വന്നത് ജസീനാനെ കാണാനാണ്. ജസീനക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. ഈ മനുഷ്യനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ജീവിതം എന്ന പരീക്ഷണശാലയിലൂടെ ജീവിച്ചു തീർക്കുവാൻ വിധിക്കപ്പെട്ട ചില ജന്മങ്ങൾക്ക് വിധി എന്ന വില്ലൻ വിരുന്നുകാരനായി എത്തിയപ്പോൾ പകച്ചുപോയ ചില ജന്മങ്ങൾ, അവർക്ക് തണലേകുവാൻ സ്വന്തം ജീവിതം തന്നെ പാഠ്യോപകരണമാക്കിയ ഈ മനുഷ്യനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വിവരിക്കാം. ജന്മനാ മാനസിക വൈകല്യമുള്ളവർക്ക് അതാത് ഇണകളെ തെരഞ്ഞുകൊടുക്കുന്നു. ജീവിതത്തിൽ അന്ധത ബാധിച്ചവർക്കും വെള്ളപ്പാണ്ട് വന്ന് മുഖം മുഴുവനും വെളുത്തുപോയവർക്ക്, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചുപോയവർക്ക്, പ്രായക്കൂടുതൽ കൊണ്ടും സാമ്പത്തികം വില്ലനായി നിൽക്കുന്നവർക്കും, ശരീരത്തിൽ എന്ത് അംഗവൈകല്യമുണ്ടെങ്കിലും ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ജീവിതം കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അതാത് ഇണകളെ, അതാത് അംഗവൈകല്യമുള്ള ഇണകളെ ജീവിതത്തിൻ്റെ സ്വർഗമെന്ന കവാടം തുറന്നു കൊടുക്കുന്നു ഈ മനുഷ്യൻ. അതിനുവേണ്ടി ഈ മനുഷ്യൻ സ്വന്തം ജീവിതം തന്നെ ഇവിടെ പണയം വെച്ചിരിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവനായ ഈ മനുഷ്യൻ, ശരീരത്തിലൊരു അംഗവൈകല്യവും ഇല്ലാത്ത ഈ മനുഷ്യൻ തൻ്റെ ജീവിത സഖിയായി തിരഞ്ഞെടുത്തത് ഒരു അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയെയാണ്. നമുക്ക് കൊടുക്കാം ഈ മനുഷ്യനൊരു ബിഗ് സല്യൂട്ട്. ദാമ്പത്യ ജീവിതത്തിൽ വിധി എന്ന വില്ലൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എങ്കിൽ ധൈര്യമായി നിങ്ങൾ കടന്നു വരിക. ആ വിധിയെ നമുക്ക് നിസാരമായി തോൽപ്പിക്കാം. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ ആളുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ തീർച്ചയായും ഈ മനുഷ്യനെ ബന്ധപ്പെടുക. ഈ മനുഷ്യൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നു. ജസീനാന്റെ വീട്. അപ്പൊ ഇത് ജസീനാന്റെ ഉമ്മയാണ്. ഉമ്മ സുഖല്ലേ? ഉമ്മാര് പേരെന്താ? ഖദീജ അല്ലെ? ഇതാണ് കേട്ടോ ജസീന. ജസീന, എന്തൊക്കെയാ വിശേഷം? നമുക്ക് സംസാരിക്കാം. ഉമ്മ, ജസീനക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? വിദ്യാഭ്യാസത്തിന്റെ ഒരു ലേസം, പിന്നെ കുറച്ച് പക്വത കുറവും പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് അല്ലേ? അവൾ എത്ര വരെയാ പഠിച്ചേ? 10 വരെ തന്നെ പോയ അത്ര തന്നെ അറിയില്ല, കുറച്ച് കുറവാന്നുള്ളൂ. 10ാം ക്ലാസ് വരെ പോയെങ്കിൽ അത്ര അറിയില്ല അല്ലേ? കണക്കായിട്ട്. ജസീനൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയോ? എക്സാം ഒറ്റക്കാണോ എഴുതിയല്ലേ? സ്ക്രൈബോ ജയിച്ചിട്ടുണ്ടോ? സേ ഉണ്ട് അല്ലേ? ജസീനക്ക് എത്ര വയസ്സായി? 38. ജസീന ഒറ്റക്ക് യാത്രയൊക്കെ ചെയ്യാറുണ്ടാ? പുറത്തേക്ക് പോകാറുണ്ടാ? ഇവരുടെ കൂടെ പോവാറല്ലേ? ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസീന ചെയ്യാറുണ്ടാ? എന്തൊക്കെ ഉണ്ടാക്കും? ജസീനാന്റെ ഒരു വിവാഹം ആദ്യം കഴിഞ്ഞിരുന്നു അല്ലേ? ഡിവോഴ്സ് ആയതാണ്. ആദ്യം ഡിവോഴ്സ് ആയിട്ട് എത്രയായി? 9 കൊല്ലമായി ഡിവോഴ്സ് ആയിട്ട്. അതിനുശേഷം വേറെ കല്യാണം നോക്കിയില്ലേനോ? നോക്കിയിട്ട് ശരിയായിട്ടാണ് അല്ലേ? ഉമ്മ കുറച്ച് ഉറക്ക പറയാൻ കേട്ടോ. അങ്ങനെ നടക്കാണ്ടായി പോയതാണ്. അത് പിന്നെ വിവാഹ ജീവിതം കുറെ ഉണ്ടായിനോ? 3 മാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് ശരി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിനി ജസീനയുടെ കല്യാണം നടത്തണം. അപ്പോൾ ഈ പറഞ്ഞതാണ് ഓളെ ബുദ്ധിമുട്ടില്ലേ? വേറെ സ്ഥിരമായിട്ട് ഗുളിക കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ? അപ്പോൾ വേറെ ടെൻഷനും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? ഈ ഒരു പക്വത കുറവിന്റെ ഒരു വിഷയം മാത്രല്ലേ? എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ചോദിക്കുന്ന നമ്മളെ മനസ്സിലാക്കി വരുന്ന ഒരാളെ കണ്ടെത്താനാണ് കേട്ടോ സീന. അപ്പോൾ ഉമ്മാവക്ക് 38 വയസ്സല്ലേ ആയത്? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? 46-47 മാക്സിമം 47 അല്ലേ? അതിന്റെ താഴോട്ട്. ജില്ല പ്രശ്നം ഉണ്ടോ? പാലക്കാട് ജില്ല ഞങ്ങൾക്ക് വേണ്ടത്. പാലക്കാട് ഇല്ല. തൊട്ടടുത്തുള്ള ജില്ല പറ്റുമോ? പാലക്കാട് മലപ്പുറം പറ്റുമോ? മലപ്പുറം പാലക്കാടിനോട് അടുത്തൊക്കെയാണ് തിരക്കടില്ല. പാലക്കാട് ബോർഡറിന്റെ അടുത്തുള്ള മലപ്പുറത്തിന്റെ ഏരിയ അല്ലേ? അങ്ങനെ നോക്കാൻ പറ്റിയ ആൾക്കാരെ കിട്ടണം. അതെ, അവളെ മനസ്സിലാക്കുന്ന ഒരാളെ നോക്കാൻ പറ്റിയ ആൾക്കാർ വേണം. അത് തീർച്ചയായും. നിങ്ങൾക്ക് എത്ര മക്കളാ?
അഞ്ചാറ് 5 മക്കള്. 3 പെണ്ണും 2 ആണും. ആ ആൺകുട്ടികള് എന്താ ചെയ്യുന്നേ? ഒരു 2 ആൾ വലിയ ഗൾഫിലാ? ആ നിങ്ങളെ ജസീനാന്റെ ഉപ്പ 27 കൊല്ലമായി മരിച്ചിട്ട് 27 കൊല്ലായി. നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കെട്ടിച്ചയക്കാൻ തയ്യാറാണോ? കെട്ടിച്ചയക്കാൻ പിന്നെ തയ്യാറ് തന്നെയാണ്. ആ ഇങ്ങോട്ട് വന്ന് നിൽക്കണത് നല്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നോക്കാൻ കൂടെ പറ്റിയവരാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതാണെങ്കിലും നമുക്ക് നോക്കാം. പക്ഷെ ഓളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം അല്ലേ? വീടൊന്നും തീർച്ചയായും നോക്കാൻ പറ്റിയ ആൾക്കാരാണ്. തീർച്ചയായും. അപ്പോൾ ജസീനാന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾക്ക് പിന്നെ 10 വർഷത്തോളമായി ഡിവോഴ്സ് ആയിട്ട് അതിനുശേഷം പറ്റിയ ആലോചനകളൊന്നും ഒക്കെ വന്നില്ല. ഇനി നമുക്ക് ഓളെ മനസ്സിലാക്കുന്ന നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഓള് വേറെ അങ്ങനെ ടാബ്ലറ്റ്സ് കാര്യങ്ങൾ കഴിക്കും അങ്ങനത്തെ വിഷയങ്ങളൊന്നും നോക്കില്ല. ചെറിയൊരു പക്വതക്കുറവിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നത് ഓളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ഓളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അപ്പോൾ ഉമ്മ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും പല സ്ഥലത്തും നിങ്ങളെ വിളിക്കൂ. നല്ല പോലെ അന്വേഷിക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. അതുപോലെ നാട്ടിലൊക്കെ പോയി എത്ര രീതിയിലും അന്വേഷിക്കണം. ഓക്കെ. അപ്പോൾ ജസീനയ്ക്ക് എന്താ പറയാനുള്ള എങ്ങനെയുള്ള പിയാപ്ലനെയാ വേണ്ടേ? പറഞ്ഞോ. ജസീനാനെ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള ഒരാൾ മതി അല്ലേ? വേറെ നമുക്ക് വലിയ കോൺസെപ്റ്റ് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് ഉമ്മാക്ക് വെറുതെ പറയണ്ടോ? ജില്ല മാറുകയാണെങ്കിലും നിൽക്കാൻ പറ്റിയവരാണെങ്കിലും ജില്ല മാറുകയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് അങ്ങോട്ടുള്ള വേറെ ജില്ലയാണെങ്കിലും വന്ന് നിൽക്കുന്നവരൊന്നും കുഴപ്പമില്ല അല്ലേ? പിന്നെ നോക്കാൻ പറ്റിയ ആൾക്കാർ വേണോ? അതെ തീർച്ചയായും. പോകാൻ പറ്റിയവരൊന്നും പറ്റില്ല. അതെ അങ്ങോട്ട് കെട്ടിച്ചയക്കാനാണെങ്കിൽ നമുക്ക് അടുത്തുള്ളതേ വേണ്ടൂ. ഇവിടെ വന്ന് നിൽക്കുന്നതാണെ കുറച്ച് ദൂരത്തും നമുക്ക് നോക്കാന്നില്ല. അങ്ങനെ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതായ ആളുകൾ നമ്മൾ സ്വീകരിക്കൂലേ? സ്വീകരിക്കും. കുറഞ്ഞ വലിയ ബാധ്യത ഇല്ലാത്ത ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഒക്കെ നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഉമ്മ പറഞ്ഞത്. ഇനിയിപ്പോ പിന്നെ കുറച്ചൊരു വലിയ മക്കളൊക്കെ ആണ് നോക്കിയിട്ട് ചെയ്യാം അല്ലെ? എന്തായാലും ആലോചനകൾ വരട്ടെ. അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? കുറഞ്ഞൊരു ബുദ്ധിമുട്ടൊക്കെയാണ് തരക്കടില്ല. അതായത് ജോലിക്ക് പോയി ഓളെ നോക്കണം. അതെ അങ്ങനെയുള്ള ഒരാളായിരിക്കണം. ഓൾക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല. ഓളെ കാര്യങ്ങളൊക്കെ ഓള് നല്ല സ്മാർട്ടായിട്ട് തന്നെ ചെയ്യും. എങ്കിലും ചെറിയൊരു പക്വതക്കുറവിൻ്റെ ഒരു കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. വരുന്ന ഒരാൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ള അങ്ങനെയുള്ള ഒരു സംഭവം ചിലപ്പോൾ പിന്നെ അത് ഓളെ പരിമിതിയിൽ ഒക്കെ ആയിരിക്കും. അതിപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. അതിൻ്റെ മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പരിമിതി ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് അന്വേഷിച്ച് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണം. ഒരുപാട് വർഷം വിവാഹ ജീവിതം നിൽക്കണം കേട്ടോ. ഇനിയൊരു ഡിവോഴ്സിലേക്ക് ഒരിക്കലും ഓള് പോകാൻ പാടില്ല. ഒരു ഡിവോഴ്സായി അങ്ങനെ വിഷമത്തിലൂടെ കടന്നുപോയ മോളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആൾ മരണം വരെ സ്വീകരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ മാത്രം വരിക. വേറെ പറയാനുണ്ടോ നിങ്ങൾക്ക്? വേറൊന്നുമില്ല. തന്നെയാണ് മരണം വരെ നോക്കാൻ പറ്റിയ ആൾക്കാർ വേണം. തീർച്ചയായും പിന്നെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ പറ്റൂല. അതെ ജസീന വേറൊന്നുമില്ലല്ലോ? ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ ആയിക്കോട്ടെ, മാറട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ജസീനയും ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ എത്രത്തോളാണുള്ളത്. കൂടുതലായിട്ട് ഇനിയൊന്നുമില്ല. പിന്നെ അനാവശ്യമായിട്ട് വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പുതിയൊരു സിം എടുക്കുക, ആണുങ്ങളെ കൊണ്ട് മക്കളെ കൊണ്ട് എങ്ങനെ ഫോൺ ഡീൽ ചെയ്യിപ്പിക്കുക, ആരെങ്കിലും അനാവശ്യമായിട്ട് വിളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുക, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെല്ലാ കാര്യം അങ്ങനെ എല്ലാവരും നല്ലവരൊന്നായിരിക്കുമല്ലോ വിളിക്കുന്നവർ. ഇപ്പോൾ ഫോട്ടോ ആർക്കും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അമ്മ. ഇപ്പോൾ പലരും ഫോട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു ഫോട്ടോ അല്ല ഓക്കെ. അല്ലാണ്ട് ഇനിയിപ്പോൾ ഏതോ ഒരു അപരിചിതർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഇവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് കേട്ടോ. ഇനിയിപ്പോൾ കുറേ ഇങ്ങനെ വൈകി അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും വിശ്വസിക്കരുത്. പറ്റിയ ആൾക്കാരാണെങ്കിൽ 1 മാസം കൊണ്ട് അല്ലെ 10 ദിവസം കൊണ്ട് വന്ന് പെണ്ണ് കാണും. അങ്ങനെയുള്ള പോലെയാണ് നമ്മൾ വിശ്വസിക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ നീട്ടി ഇങ്ങനെ പഞ്ചാര അടിക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഓളെടുത്ത് ഫോൺ കൊടുക്കുകയോ വേണ്ട. ഓക്കെ, ഓളോട് സംസാരിക്കണം, ലൈഫ് പ്ലാൻ ചെയ്യണം. നല്ല കല്യാണം അതൊക്കെ പെണ്ണ് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ്. പലരും ഉണ്ടാവും, പല ബിരുദന്മാരുണ്ടാവും, ആയത്ത് വരെ ഓതുന്ന നെറ്റുകളുണ്ടാവും. പക്ഷെ നല്ലപോലെ ആണെന്നില്ല. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം കേട്ടോ. അതിന് മാത്രമേ നിൽക്കാവുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ജസീനാൻ്റെ കല്യാണം നമുക്ക് നടത്തണം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.